ഇന്നലെ ഞാൻ ചെന്നൈ മുംബൈ ഇന്ത്യൻസ് മാച്ച് കാണാൻ വേണ്ടി ചെന്നൈ വന്നതുകൊണ്ട് ഒറ്റ വീഡിയോയിൽ മാത്രം ചെയ്തു നിർത്തേണ്ട ഒരവസ്ഥയായി. ട്രാവൽ ചെയ്ത് മടുത്തടി, നല്ല ചൂടും ഒട്ടക്കത്ത ട്രാഫിക്കും. കളി കാണാൻ വേണ്ടി ഗാലറി കയറിയപ്പോൾ വിസിൽ മുഴങ്ങി ചെവി അടിച്ചു പോയി. അപ്പോൾ സജ്ന ആൻഡ് ഫിറോസ് ഖാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ വട്ടം വീഡിയോ ചെയ്ത സമയത്ത് സജ്ന ആ ഒരു ഇൻസ്റ്റാഗ്രാമിലിട്ട് റിമൂവ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അതിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞ സമയത്ത് അതിലൊരു ടോയ്ലറ്റിൻ്റെ അടുത്തുനിന്ന് ഫ്രഞ്ച് കിസ് അടിച്ചു എന്ന് സജന പറഞ്ഞ ഫിറോസ് ഖാനും ഒരു ആക്ട്രസ്സും, അതിൽ ആ ആക്ട്രസ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരുടെ ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യുന്നില്ല, അവരെനിക്ക് അയച്ചതൊന്നും ഞാൻ എവിടെയും വെക്കുന്നില്ല. ബിക്കോസ് മുന്നോട്ടുള്ള പോക്കിന് സജനയ്ക്കും ഫിറോസിനും വലിയ രീതിയിൽ ഇനിയിപ്പോൾ എന്താണ് കരിയർ എങ്ങനെ പോകുന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയ കുറച്ച് കുറവാണ്. പക്ഷേ ഈ ആക്ട്രസിന് അങ്ങനെയല്ല. അവർ എന്തിനാണ് ഈ കേസിൽ വെറുതെ ഇടപെട്ടിട്ട് അവരുടെ മുന്നോട്ടുള്ളൊരു കരിയർ ഒരു അനാവശ്യമായൊരു കോൺട്രോവേഴ്സിക്ക് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോടും പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞൊരു പേഴ്സ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഫിറോസ് ഖാൻ ആയിരിക്കും അതിനകത്ത് വില്ലനായിട്ട് വരിക എന്നുള്ളതൊക്കെ ഞാനിവിടെ പറഞ്ഞതാണ്. ലേറ്റർ ഓൺ ഞാൻ കുറേ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തതിൽ കണ്ടു ഈ ആക്ട്രസിൻ്റെ വോയിസ് എടുത്ത് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ ഞാൻ എഗെയിൻ ഇവരോട് ചോദിച്ചു, ഈ ആക്ട്രസിനോട് വൈ, നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞതല്ലേ, വെറുതെ വേണ്ട, നിങ്ങൾ വോയിസ് ആണെങ്കിലും ഒന്നും വേണ്ട, വെറുതെ നിങ്ങൾ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് ആണെങ്കിൽ ഞാൻ ജനങ്ങളിലേക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അവർ പറഞ്ഞു എന്നോട് അവർ തെറ്റ് ചെയ്തിട്ടില്ല, അവരെ ഭാഗത്തുനിന്ന് റോങ് ആയിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിട്ടില്ല, റോങ് ആയിട്ടുള്ളൊരു മൂവ് വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് സായി ഞാൻ സൊസൈറ്റിയുടെ മുന്നിൽ എൻ്റെ ഒരു കാര്യം പറയാതിരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഞാൻ എവിടെയും എൻ്റെ ഫേസോ എൻ്റെ നെയിമോ റിവീൽ ചെയ്തിട്ടില്ല. ബട്ട് ഞാൻ വോയിസ് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് സായിക്ക് അയച്ചു കൊടുത്ത പോലെ തന്നെ, അയച്ചു തന്ന പോലെ തന്നെ ബാക്കിയുള്ള കോണ്ടൻറ്റ് മീൻസ് റിയാക്ഷൻ വീഡിയോ ക്രിയേറ്റേഴ്സ്, ഇനിയിപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെയാണോ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വരാൻ നിൽക്കണ്ട, ബാക്കി റിയാക്ഷൻ ചാനലുകളിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. സോ അത് അവരിട്ടു. അതിൽ വോയിസ് ചേഞ്ച് ചെയ്തില്ല എന്നുള്ളത് ദാറ്റ് ഹാപ്പൻ. ബട്ട് സ്റ്റിൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജനങ്ങൾ അറിയട്ടെ. കാരണം ഞാൻ തെറ്റ് ചെയ്യാതെ എന്നെ ഞാനും അയാളും തമ്മിൽ എന്തോ ഒരു ഭയങ്കര അവിഹിതം എന്നുള്ളതൊക്കെ സജന പറയുമ്പോൾ സജനയ്ക്ക് അതിന് വ്യക്തമായൊരു പ്രൂഫും ധാരണയും വേണമല്ലോ. എനിക്കതുണ്ട്. സജനയ്ക്ക് ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് സജന ഒരു റിപ്ലൈ പോലും എനിക്ക് തന്നിട്ടില്ല ഇന്നേ വരെ. ഈവൻ ഞാൻ സജനേനെ വിളിച്ചിട്ട് ഈ കേസ് പറഞ്ഞപ്പോഴും സജനയ്ക്ക് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ല ആ ആക്ട്രസിന് എന്നുള്ളതായിരുന്നു സജന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഈ കോൺട്രവേഴ്സി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മേ ബി സജനയുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഏതെങ്കിലും ഒന്ന് രണ്ട് അന്ന് ആ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന, ആ സിറ്റുവേഷൻ അറിയാവുന്ന, അത് കണ്ട വ്യക്തികളെ കൊണ്ടുവന്ന് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയിപ്പിക്കും എന്നുള്ളതാണ് സജന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരും പറയുന്നത് അതാണ്. ഇവരെ ആ ഒരു സിറ്റുവേഷനിൽ കണ്ട, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് അറിയുന്ന കുറച്ച് പേര് ഇവർക്കും അവരുടെ അന്നത്തെ മെമ്മറി റീകളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരതിനെക്കുറിച്ച് പറയുന്നതാണ് ഈ ആക്ട്രസും പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ കത്തി. എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഈ ആക്ട്രസിൻ്റെ വോയിസ് പുറത്തു വന്നു. അതിൻ്റെ പേരിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ആക്ട്രസിന് ഞാൻ അവരോട് എഗെയിൻ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ വോയിസ് ഞാൻ എടുത്ത് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. വെച്ചോ, സായി സംസാരിച്ചോ എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മുകളിൽ തന്നെ കേട്ടോ ഞാൻ എടുത്ത് വെക്കുന്നത്, അല്ല ഞാനായിട്ട് എടുത്ത് ലീക്കാക്കുന്നൊന്നുമല്ല. ഈ സ്ത്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ്. അതില് ഞാനത് യൂട്യൂബിൽ ആദർശികമായിട്ട് കണ്ടതാണ്. കണ്ട സമയത്ത് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സിൽ ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയാ, സൂര്യ ജോഡി ഒരു സൂപ്പർ ജോഡി, സൂര്യ ജോഡി എന്ന പ്രോഗ്രാമാണ് കൊറോണയുടെ തൊട്ട് മുന്നേ ടെലികാസ്റ്റ് സൂര്യ ടിവിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ്. അതില് വെച്ചിട്ടൊരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ആ ആള് ഞാനാണ്. പക്ഷെ എനിക്കും എന്റെ വേർഷൻ പറയാനുണ്ട്. കാര്യം ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് പേഴ്സണലി ഇവർ രണ്ടുപേരും, എനിക്ക് പേര് പറയുന്നില്ല, ആ രണ്ട് വ്യക്തികളെയും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇവര് ഒരു നല്ലൊരു കപ്പിൾസ് അല്ലേ എന്നുള്ള രീതിയിലൊരു ഇഷ്ടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇൻസിഡന്റ് ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള കാര്യം. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഈ രണ്ടു പേരോടും ഞാൻ ഇവർക്ക് മുഖം കൊടുക്കാറുമില്ല. ഈ രണ്ടുപേരോടും ഞാൻ അത്ര ഇതിലുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം വളച്ചൊടിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യ ജോഡി പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്ത് ഇവരിപ്പോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു. ഷൂട്ടിന്റെ ടയേർഡൊക്കെ വേണം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി കള്ളുടിക്കാനും സിസർ വലിക്കാനും ഒരു പാർട്ടി. നമ്മളൊക്കെ ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞ് ടയേർഡ് ആയി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക ചെയ്യുക. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ ഇവർ ഈ പാർട്ടി നടത്തി പറയുന്നുണ്ടല്ലോ, ഈ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട്, എന്റെ റൂമിൽ വെച്ചിട്ട്. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം. മീൻസ് ഈ ഷൂട്ട് സൺ ടിവിയുടെ ഫ്ലോറിലായിരുന്നു. അപ്പൊ ചെന്നൈ ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെ ആയിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ
ആ സമയത്ത് ഒരു റൂം രണ്ടുപേര് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നും വേണ്ട. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഞാൻ ആരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല. അറിയാതെ എന്റെ വായന പേര് വന്നാലും അത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തോളൂ. കാര്യം ചിലപ്പോൾ വായിൽ അറിയാതെ വന്നു പോകാമായിരിക്കാം അതിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ. അപ്പം അതിൽ ചില ആൾക്കാർ സീനിയർ ഇത് ഒരുവിധം എല്ലാവരും അതിലൊക്കെ നമുക്ക് കണ്ടുപരിചയം. അതായത് ഇപ്പൊ ഞാനും കുറച്ചു പേര് മാത്രമേ ഉള്ളൂ പുതിയൊരു ആൾക്കാർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം അവര് ഞങ്ങളുടെ റൂമിൽ പാർട്ടി വെക്കാൻ തന്നെ കാരണം അതായിരുന്നു. കാര്യം ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു റൂമിലുണ്ടായിരുന്നു, ലേഡി ആർട്ടിസ്റ്റ് തന്നെ. അപ്പോ ഞങ്ങളുടെ റൂം വെച്ചാൽ ടിൻ ബെഡ് ഉണ്ടായില്ലേ, ഒരു ബെഡ് അപ്പുറത്ത് നടുക്കിൽ ടേബിൾ ഇപ്പുറത്ത്, അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ പാർട്ടി അവർ ഞങ്ങളുടെ റൂമിൽ തന്നെ വെക്കാൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, അങ്ങനത്തെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യില്ല. ആ കുട്ടി അന്ന് യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, സോറി. അന്ന് ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടുമില്ല. ഞാനും ഇന്ന് വരെ ഞാൻ ഈ ലഹരി കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ അങ്ങനത്തെ പരിപാടിയും എനിക്കില്ല. എന്നിട്ടും ഞങ്ങളുടെ റൂം തന്നെ ചൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാന്നുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂം ചൂസ് ചെയ്തു എന്നുള്ളത്. കാര്യം അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകൾ, അവരൊന്നും ഈ പരിപാടി അവരുടെ റൂമിലായി കഴിഞ്ഞാൽ അത്രയും അലങ്കോലാവുന്ന അവർക്ക് ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇവിടെ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ നോ പറയില്ലല്ലോ. എല്ലായിടത്തും ഉള്ള പോലെ ഒരു ജൂനിയർ സീനിയർ റൈറ്റ് ഇതിനകത്തും ഇവർ പറയുമ്പോൾ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. എന്നാൽ അതിലുപരി ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പോൾ ഈ ഗവൺമെൻറ് വിൽക്കുന്ന സാധനം തന്നെയാണല്ലോ സിഗരറ്റും കള്ളൊക്കെ. അതൊക്കെ അയാളുടെ ഇഷ്ടം പോലെ ലൈഫിൽ ഉപയോഗിക്കുക, നശിക്കുക എന്നുള്ളതൊക്കെ അപ് ടു ദം. പക്ഷെ അതിൽ കൂടുതൽ ലഹരി എന്തെങ്കിലുമൊക്കെ അന്ന് അവിടെ ആ ദിവസം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇവരെന്നോട് പേഴ്സണലി പറഞ്ഞ സമയത്ത് ഉണ്ട്. ഒരു പച്ചക്കളർ ഗുളിക പോലത്തെ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു കവറിലാക്കുക എന്നൊക്കെ. എഗെയിൻ ഞാൻ സജിനോട് ഇത് ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സജിന് പറഞ്ഞത് എൻ്റെ അറിവിലോ അല്ലെങ്കിൽ എൻ്റെ ഇതിലോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അവിടെ ആരും ഉപയോഗിച്ചതായിട്ട് എനിക്ക് അറിയില്ല എന്നാണ് സജിന പറയുന്നത്. പക്ഷേ ഇവർ നേരെ ഉൾട്ടയാണ് പറയുന്നത്. മാരകലഹരി അടക്കം ഉപയോഗിച്ചു എന്നുള്ളൊരു വേർഷൻ ഇവർ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ ഒരു സിറ്റുവേഷൻ്റെ ബിൽഡപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചുമ്മാ കയറി വർത്താനം പറഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല അവിടെ അന്ന് റൂമിൽ. ഇവരെല്ലാവരും ഇപ്പോൾ മാരകലഹരിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് വിൽക്കുന്ന ലഹരിയോ, എന്തായാലും ലഹരിയുടെ ഉപയോഗത്തിൽ ആണ് എല്ലാവരും അതിനകത്ത് ഉണ്ടായിരുന്നത്. എല്ലാവരും ഇൻ ദ സെൻസ് ഇവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരുടെ കൂടെ ബെഡ് ഷെയർ ചെയ്യുന്ന റൂം ഷെയർ ചെയ്യുന്ന ലേഡി ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ റൂമിലേക്ക് കയറി വന്ന് സീനിയർ ആർട്ടിസ്റ്റുകൾ മൊത്തം ലഹരി അടിക്കാൻ വേണ്ടി കയറി വന്നതാണ്. അത് നോർമലി നമുക്ക് ഊഹിച്ചാൽ അറിയാം. ഇപ്പോൾ ഒരു കോളേജ് ഹോസ്റ്റലിലാണെങ്കിൽ പോലും സീനിയേഴ്സ് അവരുടെ റൂമിൽ നിന്ന് അടിക്കുന്നതിന് പകരം ജൂനിയേഴ്സ് റൂമിൽ കയറിപ്പോയി അവിടെ അലങ്കോലാക്കി അലമ്പാക്കി അങ്ങനെ കള്ളുപിടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടാക്കും എന്നുള്ളതൊരു ഓബ്വിയസ് ആണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് സാധനമാണ് ഇവിടെ എക്സിക്യൂഷനിൽ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് ഈ സിറ്റുവേഷൻ്റെ ബിൽഡപ്പിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓക്കെ, നോർമൽ മൈൻഡിൽ ഓക്കെ മൈൻഡിൽ അല്ല പലരും ആ റൂമിലുള്ളവർ. എല്ലാവരും ആ ഒരു ലഹരിയുടെ ഒരു തരം സാധനത്തിലുണ്ട്. അതിലില്ലാത്തവരും ഉണ്ട്. ഓക്കെ, ഉള്ളവരും ഇല്ലാത്തവരും കൂടി മിക്സ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഷൂട്ടിൽ നിന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയെന്ന് പറയുന്നത്. സോ പക്ക ആ മൂഡ്, ആ വൈബാണ് ആ റൂമിനകത്ത് അവർ പിടിക്കുന്നത്. ഓക്കെ, ഈ സിറ്റുവേഷനിലാണ് സജിന പറയുന്നത് ഈ ആക്ട്രസുമായിട്ട് ഫിറോസിൻ്റെ ഈ ഒരു സീൻ കണ്ടു എന്നുള്ളത്. അതാണ് ആ സിറ്റുവേഷൻ്റെ ബിൽഡപ്പ്. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നോ പറയുന്നത്. ഞാൻ എന്തായാലും ഈ കള്ളുടിക്കും പരിപാടിയൊന്നുമില്ല. അപ്പൊ എനിക്ക് പാർട്ടിക്കും താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ റൂമിൽ വേണ്ട, നിങ്ങളുടെ റൂമിലായിക്കോന്ന് എനിക്ക് പറയാൻ ഗട്സ് ഇന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുണ്ടായിരുന്നുള്ള ഒരു തുടക്കം ഒരു സമയമായിരുന്നു. അപ്പോ ഇവര് ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയില് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ആക്ടിക് ഷൂട്ട് ചെയ്യേണ്ടി ഞങ്ങൾ കള്ളും സിസറും, ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ. അയ്യോ, സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ അത് സിസർ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട, ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ലിറ്ററലി പറയുന്നത് എന്നോട് പറയിപ്പിക്കുകയാണ്. അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് മാത്രം പറയണം. ഇതിപ്പോ ഞാൻ ഇതാകെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തും നാട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവര് ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പറയുമല്ലോ, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നേ വരെ ഞാൻ വേറൊരാളടുത്ത് ഞാൻ പറയേണ്ടി വന്നിരുന്നില്ല. ഇന്നലെ ഈ ലൈവ് കണ്ടതുകൊണ്ട് മാത്രമേ പറയുന്നത്. ഞാൻ അവിടെ എന്റെ ബെഡില് പുതപ്പിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു. അപ്പുറത്ത് മറ്റേ എന്റെ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന മറ്റേ കുട്ടി അപ്പുറത്തിരിക്കുന്നു. ആ കുട്ടി ഒരു സീരിയൽ ചെയ്യുന്ന കുട്ടി തന്നെയാണെങ്കിൽ പേര് കറക്റ്റ് അറിയില്ല. അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വലിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ഇപ്പൊ സിസർ മാത്രം ഞങ്ങൾ തെറ്റിദ്ധരിക്കാണ്ടെന്ന് എടുത്ത് പറയുമ്പോൾ ആ ചേച്ചി സത്യം, അങ്ങനെ എല്ലാം പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയാണെങ്കിൽ സത്യം കൂടി പറയണം. സിസർ മാത്രമല്ല അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത്
ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം. ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു. ഒരു ഇപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറയുമ്പോ പറയാം, ആയുർവേദ ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറയുന്നത് ഇവരെന്തോ ഒരു ആട്ടുകട്ടം പോലൊരു സാധനം കൊടുത്തിട്ട് ഈ നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിൽ ഇട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ ഒരു ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെ ആയിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ലാതെ ഞങ്ങൾ അതിലേക്ക് അത്ര ആ ഒരു വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി, ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, ഞാൻ കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവെ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കണം, ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഇവർ ഇതന്നെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഈ എന്താണ് പറയാ, ഈ പറയുന്ന ഈ ചേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു, അവരുടേതായ റൊമാൻസ് മൂലയ്ക്ക് നടക്കുന്നു. ഈ പറഞ്ഞ ഹസ്ബൻഡും വൈഫ് തന്നെ കേട്ടോ, ഈ പറയുന്ന സോക്കോളുടെ ഹസ്ബൻഡ് വൈഫിന്റെ കാര്യമാണ് പറയുന്നത്. അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിസ്സംഗ ജീവി പോലെ ഇരിക്കുക. കാര്യം നമുക്കൊന്നും പറയാനുള്ള വോയിസ് അന്ന് ആയിട്ടില്ല. കാര്യം അവരൊക്കെ വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് പോകേണ്ട ആവശ്യം. ഇവര് അത് പറയട്ടോ, സിസർ വലിക്കുന്നത് ഇവര് റൂമെന്നല്ലേ, സിസർ വലിക്കുന്നത് ഇവര് ബാത്റൂമിന്റെ അകത്താട്ടോ എല്ലാവരും. കാര്യം അത് പുക വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്ന ഈ സിസർ വലി, സിസറിലേക്ക് ഇടുന്ന കറുപ്പും പച്ചയും ആയുർവേദ ഗുളിക പോലത്തെ സാധനം എന്നൊക്കെ പറയും. ഇപ്പോൾ എന്നോട് പറഞ്ഞ സമയത്ത് കറുപ്പ് പച്ച എന്ന് പറഞ്ഞാൽ വീഡിയോനകത്തത് കറുപ്പ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അങ്ങനെ മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഞാനത് പറഞ്ഞു തരാൻ താല്പര്യപ്പെടുന്നില്ല. അതിലേക്കൊന്നും ആരും പോകാനും പാടില്ല, ഒന്നും ആരും യൂസ് ചെയ്യാനും പാടില്ല. അങ്ങനത്തെ ഒരു സാധനങ്ങളാണ്. യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ബോധം ഉണർത്താനുള്ള പച്ചമരുന്ന് ഗോഗ്രീൻ ആയിരിക്കാം. പക്ഷേ ഉപയോഗിക്കാത്തവർക്ക് അല്ലെങ്കിൽ അത് താല്പര്യപ്പെടാത്തവർക്ക് നിങ്ങൾ നിർബന്ധിച്ച് കൊടുക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് ഞാൻ ഈ ആക്ട്രസിനോട് സംസാരിച്ച സമയത്ത് ആ റൂമിൽ പല പ്രാവശ്യമായിട്ട് ഈ ആക്ട്രസിന്, ഇത് ഉപയോഗിക്കാത്ത ആക്ട്രസിന് ലിക്കറും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവർ വെച്ച് നീട്ടിയിട്ടുണ്ട്, കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ ലിക്കർ ഈ കുട്ടി ആദ്യമായിട്ട് ലൈഫിൽ ട്രൈ ചെയ്തത് ഫിറോസ് ഖാൻ കൊടുത്തിട്ടാന്നുള്ളൊരു ക്ലെയിമൊക്കെ ഈ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂമിൽ അന്നേ ദിവസം അതൊന്ന് ജസ്റ്റ് ഒന്ന് നാവിൽ കുറേ പറഞ്ഞിട്ട് നിർബന്ധിപ്പിച്ച് നാവിൽ വെപ്പിച്ചു എന്നുള്ളതായിരുന്നു ഈ ആക്ട്രസിനോട് പറഞ്ഞത്. അപ്പോൾ അതാണ് അവരുടെ വേർഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്നൊക്കെ നമുക്ക് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് അന്നേ ദിവസം ആ റൂമിനകത്ത് ഇവരിത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, എഗെയിൻ ഞാൻ പറയുന്നു, ഇത് സജനയ്ക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സജനയുടെ വേർഷൻ. അങ്ങനത്തെ ഒരു സാധനം അവിടെ ഇല്ല എന്നാണ് സജന പറയുന്നത്. ബട്ട് സിഗരറ്റും കള്ളും ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. അത് സജന യൂസ് ചെയ്തോ ഇല്ലേ എന്നുള്ളത് സജനയുടെ വേർഷനിൽ സജന പറയും. ഇപ്പോൾ ഈ കുട്ടി പറഞ്ഞത് ഈ കുട്ടി യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സജന ഈ കുട്ടി യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓബ്വിയസ് അല്ലേ? ബാക്കിയുള്ളവർ ചെയ്തു തന്നെയാണ് ഇവർ പറയുന്നത്, അത് കണ്ടു തന്നെയാണ് ഇവർ പറയുന്നത്. ഫൈൻ. അപ്പം അങ്ങനത്തെ ഒരു മൂഡുള്ള ഒരു ആംബിയൻസിൽ നിൽക്കുന്ന സ്ഥലത്ത് ഓക്കെ, ഈ കുട്ടിയുടെ വേർഷനിൽ നോക്കുമ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളിൽ സജനയും ഉണ്ട്, ഫിറോസും ഉണ്ട്, ബാക്കിയുള്ളവരും ഉണ്ട്. ഈ കുട്ടി ബോധത്തിലിരുന്ന് ഈ കുട്ടിയെ നിർബന്ധിപ്പിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കാൻ. ഈ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കിങ് ലെയർ സിനിമയിൽ ഇതേപോലത്തെ ഒരു സാധനമുണ്ട്. വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് ഒരു സാധനം കണ്ടില്ല എന്നുള്ളൊരു ഐറ്റം ലേറ്റർ ഓൺ. അതാണ് ആ സിനിമ. നിങ്ങൾക്ക് കണ്ടവർക്ക് ഇത് സിറ്റുവേഷൻ പെട്ടെന്ന് കിങ് ലെയറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് അവിടെ അത്രയും ഹൈയിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഈ കുട്ടിയാണ്, അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറയും, ഈ കുട്ടിക്ക് ഫിറോസ് ഖാനിൽ നിന്നാണ് ഈ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നത്. അതായത് നിർബന്ധിപ്പിച്ച് കിസ് ചെയ്തു എന്നുള്ളതാണ് ആ കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആവശ്യക്കാരെ ഇറങ്ങും, പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയായിരുന്നു ഇവരെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ. ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഡോറൊന്നും ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കാണ്. കാര്യം ഒരു ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്. ഫുൾ പുകയാണ്, നമ്മളൊരു കോടമഞ്ഞ് പോലെ പുക കെട്ടി കിടക്കുകയാണ്. സോറി, പേര് വായിൽ വരുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തി ഡോറിന്റെ അടുത്താണ്, ഡോറിന്റെ കറക്റ്റ് ഡോറിന്റെ അവിടെയാണ് നിന്നിട്ട് ഇങ്ങനെ വലിക്കുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് ഈ ഡോറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു റൂം, ഒരു സ്യൂട്ട് റൂം പോലും ഇല്ല, നോർമൽ ഒരു റൂമാണ്.
2 ബെഡും ആ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു അലമാരയും മിററും ഈ പറഞ്ഞ ബാത്റൂമും. ഒരാൾക്ക് ഒരു ഹോട്ടൽ റൂം ആലോചിച്ചാൽ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പോ ഈ അവിടെ ഞാൻ ഈ വാർഡ്രോബിന്റെ അവിടെ എത്തിയെന്ന് തന്നെ മനസ്സിലായി. എനിക്ക് ബാത്റൂം പോകാൻ പറ്റണ അന്തരീക്ഷം അല്ല അവിടെയെന്ന് എനിക്ക് മനസ്സിലായി. അവരാണെങ്കിൽ കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, നമ്മൾക്കൊന്നും മാറി തരുന്നുമില്ല. അപ്പൊ കള്ള് വായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലവർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെ അല്ല. ഇതുവരെ മോശമായിട്ട് ആ ഒരു നിമിഷം വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷനും ഷൂട്ടിന്റെ ഇടയിലൊന്നും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആവൂല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മളൊന്നും എന്താ പറയാ, നമുക്ക് ഒരു ഞാൻ എങ്ങനെ ഇപ്പൊ പറയാൻ എനിക്കറിയില്ല. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മളടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ സൂക്ഷിക്കാൻ ഇയാളടുത്ത് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതുവരെ എന്നോട്. ആ സമയത്ത് ഞാനും വിചാരിച്ച് കള്ള് വയറ്റിൽ ചെന്നതിന്റെ കള്ളും പുറത്തുള്ള കിക്കായിരിക്കും വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കള്ള് വയറ്റി ചെന്ന പിന്നെ ഒടുക്കത്തെ സ്നേഹപ്രകടനം കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക, ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആളെന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധം. ഞാൻ വലിക്കൂല. എന്നെ അറിയുന്ന എന്റെ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, ഞാൻ കള്ളും കുടിക്കില്ല, ഞാൻ സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിലില്ല. ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാണ്ട് അത് അത്രയും അങ്ങനെ ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ആളും അല്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കും. ആ ഒരു ഇത് എനിക്ക് ഒരു കുറവേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിഞ്ഞു നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർബന്ധിച്ചപ്പോ ഞാൻ ഇത് ഇതാക്കിയില്ല. അതിന് എനിക്ക് താല്പര്യമില്ല പറഞ്ഞു. അപ്പൊ ആളെന്റെ ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡില് ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റു രണ്ടുപേരും പേരിക്ക് പറയാൻ കാര്യം അത് പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ രണ്ടുപേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതിനിധീകരിച്ചിട്ട് അവരും ആയിരുന്നു. അപ്പൊ ഇവരും അവരെ ഹരിണി ചന്ദനയും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഈ കുട്ടി പറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബാത്റൂമിൻ്റെ ഡോറിൻ്റെ സൈഡിലേക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. പോയി കഴിയുമ്പോൾ ഫിറോസ് അവിടെ ലഹരിയിലാണ്. ഫിറോസ് ഇവരെ ഒരു ഓവർ കെയറിങ് കൊടുത്ത് അല്ലെങ്കിൽ ഇവരെ ഈ പറഞ്ഞ സിഗരറ്റും സാധനങ്ങളൊക്കെ വലിക്കാൻ നിർബന്ധിപ്പിച്ച് ഒരു സ്നേഹപ്രകടനം നടത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. എന്നെ എഗെയിൻ സജിന പറഞ്ഞ വീഡിയോനകത്ത് സജിന വളരെ എവിഡൻ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സജിന ഈ സിറ്റുവേഷൻ, ഇവർ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞ സിറ്റുവേഷൻ കാണുന്നത് തന്നെ ബെഡിലിരുന്ന് ഇങ്ങനെ നേരെ നോക്കിയിട്ടല്ല, ബെഡിലിരുന്ന് ഇങ്ങനെ സൈഡിൽ നോക്കി മിററിൽ നോക്കി ഈ രീതിയിലാണ് കാണുന്നത്. റിഫ്ലക്ഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടിയുടെ വേർഷനിലാണെങ്കിൽ, ആക്ട്രസിൻ്റെ വേർഷനിലാണെങ്കിൽ സജിനും എന്താണ് ലഹരിയുടെ കൺട്രോളിലാണ്, അണ്ടറിലാണ് ഇരിക്കുന്നത്. മേ ബി ഫിറോസിനോടുള്ള ഒരു തരം പൊസസീവ്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരമുള്ള സംശയം അതില്ലാത്ത സിറ്റുവേഷനൊന്നും ഇല്ലല്ലോ. ഈ പെർട്ടിക്കുലർ സീരിയലല്ല, ഈ റിയാലിറ്റി ഷോൻ്റെ ഷൂട്ടിങ്ങിലും ഇവർ ഓൾറെഡി ഇവരുടെ ലൈഫിൽ ഈ പറഞ്ഞ സ്റ്റോറിക്കകത്ത് ഫിറോസിനെ സംശയമുള്ള ഒരു വ്യക്തിയാണ്. ഫിറോസിനെ പല രീതിയിൽ പല ഘട്ടങ്ങളിലായിട്ട് പിടിച്ചൊരു വ്യക്തിയാണ് സജിന. അപ്പോൾ സജിനയ്ക്ക് അടുത്തുകൂടി ചിലപ്പോൾ ഒരാൾ പോയാലടക്കം ലഹരിയുടെ കൺട്രോളിലാണെങ്കിൽ അതെന്താ ഫിറോസ് ഖാൻ്റെ അടുത്ത് കൂടി ഒരാൾ പോയേ എന്നുള്ളൊരു തോന്നാവുന്ന സിറ്റുവേഷനാണ് ലൈഫിലുള്ളത്. ഇല്ലാതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ കിങ് ലെയർ സിനിമയിൽ കണ്ട പോലെ ഇത് റിഫ്ലക്ഷനാണല്ലോ കാണുന്നത്. എങ്ങാനും ഇനിയിപ്പോൾ ഈ ഒരു ഫ്രഞ്ച് കിസ് ചെയ്തു മനസ്സിനകത്ത് തോന്നിയ തോന്നലുകളാണോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ വളരെ സ്റ്റേണായിട്ട് പറയുന്നുണ്ട്, ഇവരെ ഒരിക്കലും ഇവർ ചെയ്തിട്ടില്ല, ഇവരെ നിർബന്ധിപ്പിച്ച് ചെയ്തതെന്നാണ് ഈ ഒരു ആക്ട്രസ് പറയുന്നത്. അതും ഇവർ ഈ കണ്ട ഫ്രഞ്ച് കിസും സംഗതി ഒന്നും അവിടെ നടന്നിട്ടില്ല. അതൊക്കെ കിങ് ലെയർ സിനിമയിൽ സജിനയ്ക്ക് തോന്നിയ ഒരു ഐറ്റമാണെന്നുള്ള രീതിയിലാണ് അതാണ് ഇവരുടെ വേർഷൻ. ഇയാളിനോട് ഇങ്ങനെ എന്താ പറയാ കിക്ക് അടിച്ചിട്ട് ഇങ്ങനെ ഇത് വലിക്കൂ, നീ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കില്ല ഷെയ്ക്കിന്റെ, അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മൾ വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് അന്ന് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്. അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറഞ്ഞ മാതിരി എക്സ്പീരിയൻസോ നമ്മൾ ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് മുഖത്ത് നോക്കി പറയും, ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു പിടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആരുടെങ്കിലും റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല.
അന്ന് അവര് നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ലേ, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം, നമ്മൾ പറയും നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോവും. കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കോ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരുടെ അടുത്ത് ദീപ്തി, ഈ ഹരിണി, ഇവരുടെ അടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇത് കണ്ടു, ഇവര് കണ്ടു മിററിലൂടെ, ഈ സാധനം കണ്ടു. ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ, ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത്. ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിളപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നുണ്ട്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു, എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്ന് അറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹായ് ഹായ് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനഞ്ഞ പടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റാ, പിന്നെ ആള് മിണ്ടുന്നില്ല, കോഴി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത്, ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നെന്ന് ചോദിക്കണ്ടേ? അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവിന് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതും ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റും ആ പെൺകുട്ടിയും കൂടി ദീപ്തി ഹരിണിയും പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി, നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. ഇവര് ഇവിടെ എന്താ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്നിട്ട് അവിടെ റൂം പോയിട്ട് ഞാൻ ഇരുന്ന് കരയായിരുന്നു റൂമില്. ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് ഇപ്പോൾ ഞാൻ സജിനോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സജിന എനിക്ക് ഇതേപോലെ ആക്ട്രസ് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് ഫിറോസ് ഖാനാണ് ഫോഴ്സ്ഫുള്ളി അവരെ കൈ പിടിച്ച് ഉമ്മ വെച്ചത്. ആ ടൈമിൽ സജിന അത് കണ്ടിട്ട് സജിന ഫിറോസ് ഖാനെ ബാത്റൂമിൽ കയറി ചീത്ത പറഞ്ഞില്ലേ, എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതൊന്നും ഇല്ലാത്ത പോലെ നിന്നില്ലേ, ഫിറോസ് ഭയങ്കര ഡൗൺ ആയില്ലേ. അപ്പം എന്നോട് സജിന പറഞ്ഞൊരു കാര്യമുണ്ട്, സായി അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടി ആ നേരം അതിന് എന്താ പറയുക, അവിടെ കിടന്ന് ഒച്ചിമുളി ഉണ്ടാക്കിയില്ല. അപ്പോൾ എന്നെയാണ് ഇതേപോലെ ഒരാൾ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒച്ചിമുളി ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് റിയാക്ട് ചെയ്യും. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു പുരുഷന് ചിലപ്പോൾ ചിന്തിച്ച് കൂട്ടാൻ കുറച്ച് പാടായിരിക്കും, സ്ത്രീ ചിന്തിക്കുമ്പോൾ തന്നെ ചിന്തിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ അവർ ആ സിറ്റുവേഷനിൽ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഒരു സ്ത്രീകളുടെ മനസ്സ് എങ്ങനെയായിരിക്കും എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റുമോ? അതായത് എല്ലാത്തിനും എപ്പോഴും ചാടിക്കയറി റിയാക്ട് ചെയ്യുന്ന ഒരാൾ ആയിരിക്കണം എന്നില്ല ആക്ട്രസ്. അവരോട് ചോദിക്കുമ്പോൾ അവരാ പറയും ഞാൻ സ്റ്റക്കായി പോയി. പിന്നെ കയ്യിലാണ് ഉമ്മ വെച്ചത്. അപ്പോൾ ഓൾറെഡി ഇവർ ലഹരിയുടെ അണ്ടറിലാണ് എന്നും ലഹരിയുടെ ഇതിൻ്റെ മുകളിലാണ് എന്നുള്ളതും, ഈ സ്നേഹപ്രകടനം കാണിക്കുന്നതും ലഹരിയുടെ അണ്ടറിലാണെന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ആ രീതിയിലാവുമ്പോൾ ഞാൻ അവിടുന്ന് റിയാക്ട് ചെയ്യും. പിന്നെ ഓൾറെഡി ഇവിടെ ഇൻഡസ്ട്രിയിൽ വന്ന് കുറച്ചേ ആയിട്ടുള്ളൂ, ഇവരൊക്കെ സീനിയേഴ്സാണ് ആ ടൈമിൽ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ഞാൻ ആകെ ഫ്രീസായിപ്പോയി അവിടെ. അതിനുശേഷം ഞാൻ ഫ്രണ്ട്സിനോടും ഈ പ്രോഗ്രാം കോർഡിനേറ്ററിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. ഈ ലേഡി പറയുന്നുണ്ട്, ഈ ആക്ട്രസ് പറയുന്നുണ്ട്, ഈ സജിന പറയുന്നത് എന്തുകൊണ്ട് അന്ന് ആ കുട്ടി അതിന് റിയാക്ട് ചെയ്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ സജിനയ്ക്കും റിയാക്ട് ചെയ്തുകൂടായിരുന്നില്ലേ? സജിനയുടെ ലൈഫിൽ തുടക്കം മുതലേ ഈ പറഞ്ഞ പല സ്ത്രീകളുമായിട്ട് ബന്ധം സജിന പൊക്കിയ ഫിറോസ് ഖാനാണ്. ആ ഫിറോസ് ഖാൻ വീണ്ടും തൻ്റെ മുന്നിൽ നിന്ന് വേറൊരു ലേഡിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സജിന ഓബിയസ്ലി എന്താ ചെയ്യുക? ഫിറോസ് ഖാൻ്റെ മൂന്തി അടിച്ചു പൊട്ടിക്കണം, ഈ പെണ്ണിൻ്റെ മൂന്തി അടിച്ചു പൊട്ടിക്കണം. അതിന് സജിന നിന്നില്ല. ഫ്രഞ്ച് കിസ് ചെയ്ത് സ്വന്തം ഭർത്താവിനായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഓൾറെഡി ചീറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഹസ്ബൻഡ് എന്നും കൂടി പറഞ്ഞാൽ ഈ പെണ്ണിനെ അവിടെ അടിച്ച് പൊളിക്കണ്ട അവിടെ. അതിന് പകരം ബാത്റൂമിൽ കയറ്റി ഫിറോസ് ഖാനെ ചീത്തയും പറഞ്ഞു വിട്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട്ഫുള്ളായി തോന്നി. അതെന്തിനാണ് അപ്പോൾ ഫിറോസ് ഖാനെ ബാത്റൂമിൽ കയറി ചീത്ത പറഞ്ഞു വിട്ടേ? അത് ഈ തെറ്റ് ചെയ്തവരെയും കുറ്റം ചെയ്തവരെയും ആണല്ലോ നമ്മൾ ചീത്ത പറയുക. അവിടെയാണ്, ആ പോയിന്റിലാണ് ഞാൻ അഗെയിൻ വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അത് തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ കമന്റിലിട്ട്. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല പേടിച്ചിട്ട്, കാര്യം ആ നേരത്തെ ഇവര് പേടിക്കണ്ട വെച്ചിട്ട് ഞാൻ അത് കാര്യം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ആകെ എന്തോ പോലെ ഉണ്ട് പറഞ്ഞപ്പോ നീ പേടിക്കണം, റീ എന്താണ് ഇപ്പൊ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആശ്വസിപ്പിച്ചു. സാറിന്റെ മകനായിരുന്നു എന്റെ ഡാൻസ് പാർട്ണർ ആയിട്ടുണ്ടായിരുന്നത്. പാട്ട് മിക്സ് ചെയ്യാൻ പുറത്തു പോയിരിക്കായിരുന്നു പെർഫോമൻസിന്റെ. ഉണ്ണി വന്നിട്ട് ഞാൻ പൊതുവെ ആ സമയത്തൊന്നും അത്ര വലിയ രസത്തിലും കൂടിയല്ല, എപ്പോഴും ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് ഡാൻസിന്റെ കാര്യത്തിൽ തെറ്റലും പിടിക്കരുത്. പക്ഷെ
ഇനി വരെ വന്നിട്ട് നിനക്ക് എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ല ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത്, നീ അവിടെ ഒന്നും ഞാൻ അവരുടെ കൂടെ ഒന്നും പോയി ഇതാക്കണ്ട, നീ ഇവിടെ ഇരുന്നോ മറ്റേ അവൻ പറഞ്ഞ വാക്കിലാണ് ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആശ്വാസവാക്ക് പറയില്ലേ. അതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു, ഇവരുടെ പേരും ഞാൻ പറയട്ടോ, കരാ ചേച്ചി പേര് പറഞ്ഞോണ്ട്, ജിഷിനേട്ടനും പ്രമോദേട്ടനുമാണ് കണ്ടു, അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് എന്ന് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്, നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ രണ്ടുപേരെ ഞാൻ ജിഷ്ണേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്, ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധവും ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ രണ്ടുപേരെയും രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവൾക്ക് ഭ്രാന്താണ്, ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തില് ഞങ്ങൾ അതിന് എന്താന്ന് പോലും അറിഞ്ഞിട്ടില്ല. സോറി എന്റെ പേര് ഞാൻ തന്നെ പറഞ്ഞു, സോറി. പിന്നെ നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോഴും കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാന് ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റ് അവർക്കും ഇല്ലാന്നും അവരെന്നോട് രാവിലെ പറഞ്ഞു. രണ്ടുപേർക്കും ഞാൻ വിളിച്ചു. എന്റെ ഷോ കോർഡിനേറ്റർ അന്നുണ്ടായിരുന്ന ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്നെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്, ഇത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിയുടെ ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോല് ഉണ്ടായി എന്നോടും ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചി അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതില് കുറെ പേരെ കാര്യം പറഞ്ഞിട്ട് 17 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അതൊരു പോക്സോയിൽ പെടുന്ന കാര്യമാണ്. ആ ചേച്ചിക്ക് തെളിവുണ്ട് പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ളവരായിട്ട് ബാംഗ്ലൂർ പോയി സംഭവം എന്തൊക്കെയാ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു ആയുർവേദ ഡോക്ടർ, നാലാമത്തെ മറ്റേ ഇപ്പത്തെ ഇഷ്യൂല് വന്ന പെണ്ണ്, അഞ്ചാമത്തെ ടോപ്പിക്കാണ് സൂര്യ ജോഡി മറ്റേ എന്റെ കാര്യം പറയുന്നത്. ഞാൻ മറ്റേ കാര്യങ്ങൾ അത്രയും കേട്ടിട്ട് ഞാൻ വിശ്വസിച്ച് ഇങ്ങനെ വന്നു, അയ്യോ ഈ ചേച്ചി ഇത്രയും സഹിച്ചിട്ടാണോ എന്നത് എന്തായാലും എന്ന് പറഞ്ഞു വരുമ്പോഴാണ് ഇതേ കിടക്കണം എന്റെ കാര്യം. അതോടുകൂടി മറ്റേതിന്റെ ക്രെഡിബിലിറ്റി വരെ പോയി സത്യത്തില്. മറ്റേത് വരെ എനിക്ക് ഈ ചേച്ചി ഇപ്പൊ എന്റെ കാര്യത്തിൽ നോണയല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ അതും നോണയായിരിക്കും എന്ന് പറഞ്ഞ് നോണയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേട്ടോ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയുകയാണെ. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ വെളിയിലിടും, അവളെ എനിക്ക് മെസ്സേജ് അയക്കണം, എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞാൻ അവളുടെ പേര് വെളിയിലിടുന്നു. എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ഞാൻ ഈ എന്താണ് വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ചേച്ചിക്ക് ഇന്ന് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ആ ചേച്ചിയുടെ നമ്പർ എന്റെ അടുത്തില്ല, ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ലെങ്തി വോയിസ് കാര്യങ്ങൾ ചേച്ചിക്ക് എന്ത് ദേഷ്യത്തിന് പുറത്തെ ചേച്ചി എന്നെ അങ്ങനെ പറയുന്നത് വേണ്ടി ഞാൻ വോയിസ് അയച്ചു. ആ ചേച്ചി എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, ഓഫ് കോഴ്സ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ഇവർക്ക് സജിനായിട്ട് സംസാരിക്കണം. അന്ന് തെറ്റിദ്ധാരണ സംഭവിച്ചതാണെന്നുണ്ടെങ്കിൽ അത് അവർ ഇപ്പോൾ ക്ലിയർ ചെയ്യണം. അല്ലാതെ ചുമ്മാ വന്നിരുന്ന ഒരു അലിഗേഷൻ ഇങ്ങനെ ഫ്രഞ്ച് കീസ് ചെയ്തു, ഇനീഷ്യേറ്റ് ചെയ്തു എന്ന് പറയുന്നതല്ല അവിടെ നടന്ന സംഭവം എന്ന് ഇവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ സജിനോട് സംസാരിച്ച സമയത്ത് സജിന പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടിക്ക് എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്കത് സംസാരിക്കാൻ തിരിച്ച് താല്പര്യമില്ല, അവർ പ്രൂഫ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഞാനും പ്രൂഫായിട്ട് ആളുകളെ കൊണ്ടുവന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു എസ്കലേഷൻ വരികയാണെങ്കിൽ സജിനേൻ്റെ ഭാഗത്തു നിന്നുള്ളവരും ഈ ലേഡി ആക്ട്രസ് അവരുടെ ഭാഗത്തു നിന്നുള്ളവരെയും കൊണ്ടുവരട്ടെ. അന്ന് ആ റൂമിൽ ബാക്കിയുള്ളവരുണ്ടല്ലോ, അതിൽ ആരാണ് മെജോറിറ്റി, ആരുടെ ഭാഗത്താണ് നിൽക്കണമെന്ന് മനസ്സിലാവുമല്ലോ നമുക്ക് അന്ന് എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത്. എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൽ ഞാൻ പറഞ്ഞ പോലെ കറങ്ങിത്തിരിഞ്ഞ് വില്ലനാവുന്നത് എഗെയിൻ ഫിറോസ് ഖാൻ തന്നെയാണ് എന്നുള്ളത്. ആ ഒരു രീതിക്ക് ഇത് കാര്യങ്ങൾ പോകും. എഗെയിൻ ഇത് ഡ്രാഗ് ആവുന്നത് അവരുടെ പേഴ്സണൽ ലൈഫിലേക്കാണ്, സജിനയുടെയും ഫിറോസിൻ്റെയും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇതിൽ ഇവർ പറഞ്ഞതുകൊണ്ട് കേട്ടോ, ഈ ഒരു വോയിസിൽ ഇവർ എഗെയിൻ ആ 17 വയസ്സുകാരിയുടെ ക്രെഡിബിലിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ CWCയിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടോ, അതിൻ്റെ അപ്ഡേറ്റ് എന്താ, ഫിറോസിനെ ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവർ വിളിച്ചിട്ടുണ്ടോ, ഈ സജിന ഇവരുടെ ഡീറ്റെയിൽസ് CWCയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടോ, ഇതിൻ്റെയൊക്കെ ഒരു ക്ലാരിറ്റിയും ഇതിനകത്തില്ല. എഗെയിൻ ഈ 17 വയസ്സുകാരിയുടെ കേസിന്. പിന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ ഒരു അലിഗേഷനിൽ സൂര്യ അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റീസെൻ്റ്ലി, ഞാനല്ല അത്, പക്ഷേ എനിക്ക് ഒരുപാട് പഴി കേൾക്കേണ്ട ഒരു അവസ്ഥ വരുന്നു ആ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ചുമ്മാ വന്ന് പേരും നാളും ഊരും ഇല്ലാതെ ഒരു സംഗതി പൊട്ടിച്ചിട്ട് പോകുമ്പോൾ പറ്റുന്ന വിഷയങ്ങളാണ് അന്ന് ആ ദിവസം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ ഓർ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളിലേക്കൊക്കെ വിരൽ ചൂണ്ടപ്പെടും. അതുകൊണ്ട് ബാധിക്കുന്നവരുണ്ടാവും, അവർ ഓബ്വിയസ്ലി പുറത്ത് വന്നിട്ട് പറയും. അല്ലെങ്കിൽ പിന്നെ കൃത്യമായിട്ട് കാര്യകാരണങ്ങൾ വെച്ചിട്ട് തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് ഇതിനൊരു ബെറ്റർ വേ ഉണ്ടായിരുന്നത്. അത് സജിന ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എഗെയിൻ ഫിറോസ് ഖാൻ്റെ ലൈഫ് ഇപ്പോൾ എന്താ അവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു അലിഗേഷൻ വരുമ്പോൾ ഓബ്വിയസ്ലി അയാൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അതെങ്ങനെ അയാൾ റിക്കവർ ചെയ്യുമെന്ന് അറിയില്ല. സജിന ഇതിൻ്റെ കേസുമായിട്ട് ഇനി മുന്നോട്ട് ഏത് രീതിയിൽ പോകുമെന്നുള്ളതും
വരും ദിവസങ്ങളിൽ സജിൻ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു ആക്ട്രസിന് ഇനി സജിനയ്ക്ക് എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പണായിട്ട് ഇപ്പോൾ പബ്ലിക്കിൽ ഓബിയസ്ലി എൻ്റെ ചാനലിലും അല്ല കേട്ടോ, ഇതിന് മുന്നേ കുറേ ചാനലിൽ വന്ന് ഞാൻ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ബട്ട് ഞാൻ അവരോട് പേഴ്സണലി പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് വെക്കാൻ പറ്റുമോ ചൂടേ എന്നുള്ളൊരു പെർമിഷൻ കൂടി ചോദിച്ചിട്ടാണ്. ഞാൻ ഇതിൻ്റെ കോർഡിനേറ്ററുടെ വോയിസും കൂടി ഉണ്ട്, അതും കൂടി ഇനി നിങ്ങൾ കേട്ടോ. കോർഡിനേറ്റർ സംസാരിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞത് തെറ്റായിപ്പോയി. ഷോയുടെ ഇടയിൽ നടന്ന വിഷയം അത് ഓൾറെഡി പിറ്റേ ദിവസം നിങ്ങൾ വന്ന് എന്നോട് സംസാരിച്ചായിരുന്നു, നിങ്ങൾ പൊട്ടിത്തെറിച്ചായിരുന്നു. അതിന്റെ ജെന്യുവിനിറ്റി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായതാണ്. അത് അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല. ആ കുട്ടി അങ്ങനെ ഒരാളെ അല്ല. ആ കുട്ടി വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ ഒരാളെ അല്ല. അന്ന് നമുക്ക് ആ കുട്ടിയെ പേഴ്സണലി അറിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കുട്ടി നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല കേട്ടോ. അത് ആ പറഞ്ഞത് ഭയങ്കര തെറ്റായ ഒരു ധാരണയായിപ്പോയി. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളൊക്കെ ലഹരിയായിരുന്നു, ആ കുട്ടി അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. ആ കുട്ടിയുടെ റൂമിലാണ് നിങ്ങൾ ഇരുന്നത്, ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടില്ലായിരുന്നു, ആ കുട്ടി യൂസ് ചെയ്യത്തില്ല. അപ്പൊ അത് യൂസ് ചെയ്യാത്ത ഒരാള് അത് യൂസ് ചെയ്തിരുന്ന, നിങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ആര് പറയുന്നതിലാണ് കാര്യമുള്ളത്? അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ അത് വ്യക്തമായി അത് ഫോഴ്സ്ഫുള്ളി അദ്ദേഹം കുട്ടിയുടെ കൈ കയറി പിടിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കറിയാം. അവിടെ ഇരുന്ന് അത് കണ്ട ആളുകൾ ഉണ്ട്, അവിടെ ഇരുന്ന ആളുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അവരൊക്കെ വന്ന് അത് ഭയങ്കര കോൺട്രവേഴ്സി ആവും. അപ്പൊ അങ്ങനെ ചെയ്യരുത്. അത് ആ കുട്ടിയോട് ഇങ്ങനെ വിളിച്ച് നിങ്ങൾ തിരുത്തണം, അത് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ കോർഡിനേറ്ററും ഈ ആക്ട്രസും ഒക്കെ സജിനോട് സംസാരിക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദിക്കാനും, അല്ലെങ്കിൽ അവർ ഇനി തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അത് തിരുത്തണം എന്ന് പറയാനൊക്കെ ഇവർ ഓക്കെയാണ്. സജിനത്തിന് വില്ലിങ് അല്ല എന്നാണ് എന്നോട് പേഴ്സണലി പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ ലൂപ്പിൽ തീർത്ത് പോയി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സജിനേൻ്റെ ഭാഗത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരട്ടെ, സാക്ഷികൾ, ഈ ലേഡിയുടെ ഭാഗത്തു നിന്നുള്ള സാക്ഷികളെ കൊണ്ടുവരട്ടെ. എന്താണെങ്കിലും വരുന്നവരൊക്കെ മാറും, അത് വേറെ കാര്യം. കാരണം ലഹരിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് വളരെ എവിഡൻ്റാണ് ഈ വോയിസുകളിൽ നിന്നല്ലേ. അതുകൊണ്ട് വരുന്നവരൊന്നും പബ്ലിക്കായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലഹരിയുടെ കാര്യത്തിലൊന്നും ഇവർ പബ്ലിക്കായിട്ട് വരും തോന്നുന്നില്ല. അത് വേറെ സ്കീമാണ്. അങ്ങനെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത്രയും ബോൾഡായിട്ടാണ് അവിടെ ലഹരി ഉണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വരുന്നവരെ വരും. അല്ലാതെ ആരും വരാൻ എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത്. അതായത് സജിനെ കണ്ടത് തെറ്റാന്ന് പറഞ്ഞു വരുമായിരിക്കും. അപ്പോൾ പിന്നെ ആ വരുന്നവനോട് നാട്ടുകാർ ചോദിക്കുക, അപ്പോൾ അന്ന് അവിടെ പേപ്പറിൽ കാട്ടും മുതൽ പൊടിച്ചിട്ട് എന്താന്നുള്ള ചോദ്യം വരുമ്പോൾ ഓടേണ്ടി വരും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഈ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ പുറത്ത് വിളിച്ച് പറഞ്ഞ് തുടങ്ങിയുള്ള വിഷയങ്ങൾ സംഭവിക്കുക. പബ്ലിക് ഓഡിറ്റിൽ വരുമ്പോൾ കുറേ ചോദ്യങ്ങളും കുറേ ഉത്തരങ്ങളുമായിട്ട് ഇതിങ്ങനെ പോവും. എഗെയിൻ നിങ്ങളൊക്കെ ആർട്ടിസ്റ്റ് ലെവലിലൊക്കെ നിൽക്കുന്ന ആളുകളാണ്. നിങ്ങളുടെയൊക്കെ ഇപ്പോൾ സിനിമ സീരിയൽ ഫീൽഡിൽ ഓൾറെഡി ഇത് റിയാലിറ്റി ഷോസിനൊക്കെ കുറേ ചീത്തപ്പേരുള്ളതാണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ പബ്ലിക്കിൽ ഇങ്ങനത്തെ കുറേ അലിഗേഷൻസ് കറങ്ങുന്ന ആളുകളും കൂടിയാണ് നിങ്ങൾ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങളെ ഒരു സെറ്റിലേക്ക് വിളിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാനോ മടിയും വരും എല്ലാവർക്കും. അപ്പം അങ്ങനത്തെ ഒരു ബാക്ക്ലാഷും കൂടി നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ തീട്ട കേസുകൾ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നടി അവർ തന്നെ തുറന്ന് പറയുകയാണ്, അവരല്ല ചെയ്തത്, അവരാ സിറ്റുവേഷനിൽ നിർബന്ധിപ്പിച്ചതാണ്, ഉമ്മ വെച്ചത് കയ്യിലാണ്, അതും ഫിറോസ് പിടിച്ച് ഉമ്മ വെച്ചതാണ്. എന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ അവർ ജീവിതത്തിൽ കള്ളു കുടിച്ചിട്ടില്ല, ഇന്നേ വരെ കള്ള് കുടിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷെ അന്ന് ആ ദിവസം ഫിറോസ് നിർബന്ധിപ്പിച്ച് ഒരു ടേസ്റ്റ് നോക്കിച്ചു എന്നൊക്കെ അവർ ആ വേർഷൻ പറയുമ്പോഴൊക്കെ അവിടെ സജിനുണ്ട്, സജിൻ ഇത് കാണുന്നുണ്ട് എന്നും കൂടി അവർ പറയുന്നുണ്ട്. ഓക്കെ, റെസ്റ്റ് ഈസ് അപ്പ് ടു സജിന. ഇനി സജിനയ്ക്ക് ആരെയെങ്കിലും കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ ഓബിയസ്ലി ഇപ്പോൾ ഒരു വരയിൽ തെളിവുകളുണ്ട്, വോയിസ് റെക്കോർഡുണ്ട്, ജിഷിൻ്റെ പേര് പറയുന്നത്, അങ്ങനെ പലരുടെയും പേര് പറയുന്നുണ്ട്, പ്രദീപ്. അവരുടെ കോൾ റെക്കോർഡ്സ് ചിലപ്പോൾ അവരും പുറത്തു വിടുമായിരിക്കും.